വലിയ ഹൈ ഗ്രേഡ് മുതലാളിമാരാ. പക്ഷേ നമ്മളെ മുതലാളിമാരോട് അവനവനും സ്വന്തം കുടുംബവും മാത്രം കഴിഞ്ഞവരല്ല, സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്ത മഹാന്മാർ. മദീനയിലേക്ക് 1000 ഒട്ടകപ്പുറത്ത് യാത്രാ സംഘവുമായി കച്ചവട സാധനങ്ങളുമായി സിറിയയിൽ നിന്ന് കടന്നു വന്ന മദീനയിലെത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു മദീനക്കാരോട്, മദീനക്കാരെ, ആരാണ് എൻ്റെ കച്ചവട സാധനം റീറ്റെയിലിന് ആരൊക്കെയാ വാങ്ങിക്കുക, എത്രയാ പൈസ തരിക? അപ്പോൾ അവർ പറഞ്ഞു, ഓരോ 10 ദിർഹമിനും ഞങ്ങൾ 11 തന്നുകൊണ്ട് സ്വീകരിക്കാം. പോരാ, എനിക്കേറെ തരുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, 10 ഞങ്ങൾ 12 തരാം. പോരാ എന്ന് പറഞ്ഞു. 10 ഞങ്ങൾ 13 തരാം. പോരാ, ഈ 13 തരാമെന്ന് പറഞ്ഞിട്ട് ഈ മദീനയിൽ ഞങ്ങളല്ലാത്ത ഈ ഹോൾസെയിലുകാരിൽ നിന്ന് വാങ്ങുന്ന റീറ്റെയിലുകാർ ഞങ്ങളല്ലാത്ത ആരാണ് ഉസ്മാനെ ഇവിടെയുള്ളത്? എൻ്റെ റബ്ബനോട് പറഞ്ഞു, 1 ഞാൻ 10 തരാം. അതുകൊണ്ട് മദീനക്കാരെ, എൻ്റെ ഈ 100 ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ സാധനങ്ങളും മദീനയിലെ പാവപ്പെട്ടവർക്ക് ദാനമാണ് എന്ന് പറഞ്ഞ മുതലാളിയാണ് നിബിതങ്ങളുടെ പുതിയാപ്പിളയായ 3ാം ഖലീഫയായി മാറിയിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതും ഒരു മുതലാളിയാണ്. 1000 ഒട്ടകപ്പുറത്ത് കടന്നു വന്ന സാധനങ്ങളാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടേത്. ജുമുഅ നിസ്കാരം നടക്കുമ്പോഴാണ് കച്ചവട സംഘം മദീനയിൽ വന്നത്. അപ്പം അന്ന് കച്ചവട സംഘത്തും ഒരുപാട് സമയമെടുക്കും. അപ്പം മാസങ്ങൾ കാണാത്ത വാപ്പമാർ മക്കളെ കാണുന്നു, മക്കൾ വാപ്പമാരെ കാണുന്നു. ജുമുഅ നിസ്കാര നിബിധങ്ങൾ നടത്തുമ്പോൾ എല്ലാവരും സഫ്ന്ന് ഇറങ്ങിപ്പോയി. തങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെരുമ്പറ മുട്ടിയിട്ട് കച്ചവട സംഘം വന്നപ്പോൾ ഇപ്പോൾ ഒരു പൂരമോ വെടിക്കെട്ടോ എന്തെങ്കിലും റോട്ടിലൂടെ പോകുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഖതീബ് ഉസ്താദ് ഒറ്റക്ക് അങ്ങനെ അയ്യുഹന്നാസ് എന്ന് പറയുന്ന ഒരൊറ്റ കുട്ടി മുമ്പിലില്ല. എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ഇറങ്ങിപ്പോയി. ഖുർആൻ ആയത്തിറങ്ങി, وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. കച്ചവടം കാണുമ്പോൾ, ആനന്ദം കാണുമ്പോൾ നബിയെ, അങ്ങയെ തനിച്ചാക്കി അവരൊക്കെ ഓടിപ്പോവുകയാണോ? അവരോട് പറയണേ, പടച്ച തമ്പുരാൻ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് ഒരുക്കി വെച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഈ കച്ചവടത്തെക്കാളും ഈ എൻ്റർടൈൻമെൻറ്റുകളെക്കാളും വലുതാണ് എന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ഭവ്യതയോടുകൂടെ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ആ വന്നത് എൻ്റെ കാരവാനായിരുന്നു നബിയെ. 1000 ട്രക്ക് എന്നൊക്കെ ആലോചിച്ച് നോക്കി. നിങ്ങൾ 1000 ലോറിക്ക് പോയി ചങ്ങനാശ്ശേരി പാർക്ക് ചെയ്യാൻ പറ്റുമോ? അതും കൊല്ലത്തെത്തി പോവില്ലേ? 1000 ലോറിയൊക്കെ പാർക്ക് ചെയ്താൽ 1000 ഒട്ടകങ്ങളാണ് വന്നത്. നബിയെ, എൻ്റെ വരവ് കൊണ്ട് അങ്ങയുടെ ഖുതുബ പ്രയാസമായില്ലേ? എന്നാൽ എനിക്കെന്തെങ്കിലും എൻ്റെ സങ്കടം തീർക്കാൻ അതിന് പകരം പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. എന്താ അബ്ദുറഹ്മാനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഈ 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങളും മദീനയിലും പരിസരത്തുമുള്ള പാവപ്പെട്ടവർക്ക് ദാനമാണ്. എനിക്ക് ബിസിനസ് വേണ്ട. ഇവർക്കൊക്കെ സ്വർഗം കൊടുത്തില്ലെങ്കിൽ ആർക്കാ സ്വർഗം കൊടുക്കുക? സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിലുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ റളിയല്ലാഹു അൻഹു. പൈസ ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യണം, പാവപ്പെട്ടവരെ കാണാൻ കഴിയണം, സാധുക്കളായ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. ആ മുതലാളിമാർക്ക് സ്വർഗമുണ്ട്. സിദ്ദീഖ് എന്നവർ മുതലാളിയാണ്, ഉസ്മാൻ എന്നവർ മുതലാളിയാണ്, ത്വൽഹ റളിയല്ലാഹു അൻഹു മുതലാളിയാണ്, സഅദ് എന്നവർ മുതലാളിയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു അഫ്ഫാൻ. 5 പേരായി. സുബ്ഹാനല്ലാഹ്. ഈ 10 പേരിൽ 5 പേര് തന്നെ നമ്മൾ മുതലാളിമാരായിട്ട് കാണാൻ കഴിയും. അത്രയും ദീനിന് ദാനം ചെയ്തവർ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്ന ഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ. അന്ത്യനാളാകുമ്പോൾ എൻ്റെ അരികത്ത് വന്നിരിക്കാൻ ഭാഗ്യമുള്ള ആളുകൾ. ഇത് വല്ലാത്തൊരു ഹദീസാണ് കേട്ടോ. പുണ്യനബി തങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ആരെയാണ് എന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് തീരുമാനം എടുത്തേക്കണം. എൻ്റെ അരികത്ത് വന്നിരിക്കാൻ ഭാഗ്യമുള്ളവർ. ഇന്ന അഹബ്ബക്കും ഇലയ്യ, ഞാൻ ഏറ്റവും നിങ്ങളിൽ സ്നേഹിക്കുന്നവൻ. ഞാൻ നിങ്ങളിൽ ആരെയാണ് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിരട്ടെ. പിന്നെ നാളെ പരലോകത്ത് എൻ്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ള
ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ ആരാണെന്ന് പറഞ്ഞു തരട്ടെയോ? അഹാസിനുകും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ളവരാണ് സത്യസന്ധത പാലിക്കുന്നവർ, സൗമ്യമായി സംസാരിക്കുന്നവർ, ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കാത്തവര്, മനുഷ്യനോട് മൃദുവായി സംസാരിക്കാൻ അറിയുന്നവർ, പരസ്പരം നാവുകൊണ്ട് പരസ്പരം തല്ലിക്കാതെ ഒരുമയിലും സ്നേഹത്തിലും ആക്കാൻ നല്ല വാക്കുകളെ കൊണ്ട് മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നവര്. അഹാസിനുകും അഖ്ലാഖാ അൽ മൗതൂന അഖ്നാഫ, അവരുടെ തോളിലൂടെ ആളുകൾ ചവിട്ടിക്കടക്കും. എന്നാൽ പാവങ്ങളാ, എല്ലാവരും മീക്കിട്ട് കയറും, എല്ലാവരും തെറി പറയും, എല്ലാവരും കമൻ്റ് ഇട്ട് പോവും, മൂപ്പരൊന്നും മറുപടി പറയൂല. അതാണൊരു മനുഷ്യൻ്റെ നന്മ എന്ന് പറയുന്നത്. മൗതൂന അഖ്നാഫ, തോളിൽ ചവിട്ടി കയറിപ്പോകുന്ന ആളുകൾ. കയറുന്നവരെ പറ്റിയല്ല, ആരുടെ തോളിനെ കുറിച്ചാണ്. അയാളുടെ തോളിലൂടെ ആളുകൾ നടന്നു പോകും, ഇയാളൊന്നും എണീറ്റ് പോവുകയോ കാലിന് പിടിക്കുകയൊന്നും ചെയ്യൂല. ഖുത്ബയ്ക്ക് ഇരിക്കുമ്പോണ്ടാവും അങ്ങനെ ചില മഹാന്മാർ ജുമാ തുടങ്ങി കഴിയാൻ നേരത്ത് വന്ന് ഒന്നാമത്തെ സൊഫിൽ വന്നിരിക്കും, മൂപ്പർ സലാം വിട്ട് എണീറ്റ് പോവുകയും ചെയ്യും. എന്നാൽ പിന്നെ ബാക്കിലവിടെ ഇരുന്നാൽ പോരെ. ഈ മനുഷ്യന്മാരെ മുഴുവടങ്ങേറാക്കി മുമ്പിലേക്ക് വന്ന് കുറച്ച് നേരം 10 മിനിറ്റ് ഇരുന്നൊന്ന് ദ്വാരന്ന് പോകേണ്ടതിന് പകരം അപ്പോൾ എല്ലാവരും നോക്കും ആരായി പോണത്. എല്ലാവരും തോളിലൊക്കെ ചവിട്ടി, ചിലപ്പോൾ കാൽമ ചളി ഉണ്ടാവും, വെള്ള ഡ്രസ്സിലൊക്കെ ചളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ തോളിലൂടെ ചവിട്ടിപ്പോവെന്ന് പറഞ്ഞാൽ ജുമുഅൻ്റെ ആദാബുകളിൽ പറഞ്ഞാൽ അതാരും ചെയ്യരുത്. ഒരു സ്പേസ് ഉണ്ടോ മെല്ലെ പോയി കയറിയിരിക്കാം എന്നല്ലാണ്ട് വെറുതെ കയറി വന്ന് അവിടെ സ്പേസ് ഉണ്ടാക്കരുത്. ഉള്ള സ്പേസ് ഫില്ല് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറി നിൽക്കുക. ഒരാൾ ഖുത്ബ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ചില ആളുകളുടെ തോളിലൂടെ ചവിട്ടിപ്പോകാൻ ചിലർക്ക് പേടി, അതിലെ പോകണ്ട, മുമ്പ് ചൂടാവും, ഇതിലെ പോവാം. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരില്ലേ, അവരല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്. പിന്നെ അവിടങ്ങൾ എന്താ പോവാത്തത്? മൂപ്പരെ തോളിലൂടെ കാലിട്ട് പോയാൽ വിവരം അറിയും. ആ മനുഷ്യൻ സ്വഭാവദൂഷ്യമുള്ള ആളാണ് എന്ന് അതിനർത്ഥം. അപ്പം മേക്കെട്ട് കയറി നിൽക്കാൻ കയറി കൊടുക്കണം, നിന്നൊടുക്കണം എന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ സൗമ്യത വേണം. ഞാനൊരു അധ്യാപകനാണ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്. എൻ്റെ കൈ കൊണ്ട് ഇതൊരു കുട്ടിനെ അടിക്കേ നാവ് കൊണ്ട് ചീത്ത വിളിക്കേ ചെയ്തിട്ടില്ല. അതിൻ്റെ വലിയ മഹിമ പറയല്ല. അങ്ങനെ ചെയ്യാതെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം. നമുക്കങ്ങനെ മക്കളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വലിയ ഹൈറ്റും വെയിറ്റുണ്ട്, എന്നെക്കാൾ എത്രയോ ഹൈറ്റുള്ള മക്കളെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ഹൈറ്റും വെയിറ്റും കൊമ്പം വീശും കണ്ടിട്ടൊന്നുമല്ല മക്കൾ ബഹുമാനിക്കുക. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഫേം വേർഡ്സ് ആൻഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, അത് ലെവലാണെങ്കിൽ മനുഷ്യബുദ്ധിയോടല്ലേ സംസാരിക്കണത്. നായ്ക്കുട്ടിനെ മനുഷ്യൻ പറഞ്ഞ പോലെ ചെയ്യിപ്പിക്കുന്നില്ലേ? ഡോൾഫിനെ കൊണ്ട് മനുഷ്യൻ പറഞ്ഞതുപോലെ ചെയ്യുന്നില്ലേ? വന്യമൃഗങ്ങളെ നമ്മൾ മെരുക്കുന്നില്ലേ? എന്തുകൊണ്ട് മനുഷ്യൻ ഹ്യൂമൻ ചിൽഡ്രൻ, നമ്മൾ മനുഷ്യരെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല? അത് നമ്മുടെ ഒരു കുറവാണ്. നമുക്കതറിയില്ലെങ്കിൽ അതിന് ടെക്നിക്കുണ്ട്. നമുക്ക് ദേഷ്യപ്പെടാതെയും പ്രഹരിക്കാതെയും ഒച്ച വെക്കാതെയും ബഹളം വെക്കാതെയും നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും. ദേഷ്യപ്പെടണം എന്നൊരാവശ്യമില്ല, അവർ പഠിക്കുകയും ചെയ്യും. ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊന്നുമല്ല, നല്ല അടി കിട്ടുന്നവരെ നമ്മൾ ബഹുമാനിക്കുള്ളൂ അല്ലേ? അന്നത്തെ കാലം അങ്ങനെയാണ്. അടി കൊണ്ടാലും വാപ്പാനോട് പരാതി പറഞ്ഞാൽ 2 അടി വാപ്പാൻ്റെ അടുത്ത് ഇങ്ങോട്ട് കിട്ടും. ഇപ്പം അങ്ങനെയല്ല. എൻ്റെ കുട്ടി ഞങ്ങൾ നോക്കിയോ? ടീച്ചറാകെ 10,000 രൂപയൊക്കെ ജോലി ചെയ്യുന്നത്, 15,000 ഏറ്റവും വില കുറഞ്ഞ ശമ്പളത്തിനാണ് ഈ പാവം ടീച്ചേഴ്സിനൊക്കെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത്. പുറമെ നാട്ടുകാർ മെക്കെട്ട് കയറാൻ വരും. മാനേജ്മെൻറ്റിൻ്റെ ദേഷ്യപ്പെടൽ, പാരൻസിൻ്റെ ഒരു പാരൻസ് ഈവൻ്റ് ഉണ്ട്. എന്തൊക്കെ കേൾക്കണം ഈ സാധുക്കൾ. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ ഏറ്റവും നല്ല ശമ്പളം കൊടുക്കണം. മിനിമം ഒരു 50,000 ശമ്പളം കൊടുത്താൽ പോലും മതിയാവില്ല. അത്രക്ക് മക്കളുടെ വിഷയത്തിൽ ഒരു ചെറിയ ഒരു തെറ്റ് വന്നാൽ പിടിച്ച് കയറി കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഫാമിലി പാരൻസിൻ്റെ ഗ്രൂപ്പുകളിൽ താറടിച്ച് എന്തൊക്കെ പ്രയാസങ്ങൾ ഈ ടീച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് വല്ലവരും അറിയാറുണ്ടോ? നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു പോറിൽ നിൽക്കുമ്പോഴേക്കും അത് ആ ടീച്ചർ ചെയ്തതാവില്ല. മറ്റു കുട്ടിയിൽ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു. പൊന്നു ചങ്ങാതി, 30-40 കുട്ടികളിരിക്കുന്ന മക്കളുടെ ഒരു ക്ലാസ് റൂമിൽ 24 മണിക്കൂർ ഒരു കുട്ടിയെ നോക്കിയിരിക്കാൻ പറ്റൂ? ടീച്ചർക്ക് തിരിയണ്ടേ, അങ്ങോട്ട് പോകണ്ടേ, ബാത്റൂം പോകണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? ഇതിൻ്റെ ഇടക്കുന്ന സംഭവിച്ചാൽ ടീച്ചർ ഉത്തരവാദിയാണ് അല്ലേ? നമ്മളൊക്കെ ഒന്ന് മനുഷ്യനോട് കരുണയോടെ പെരുമാറണം. വിജിലൻസ് വേണ്ടെന്നോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ടീച്ചേഴ്സിന് വേണ്ടെന്നോ എന്നല്ല ഞാൻ പറയാം. അവർ മാക്സിമം ചെയ്യേണ്ടവരാണ്, ചെയ്യുന്നവരാണ്. പക്ഷെ എന്നാലും when we come to question them, നമ്മൾ ശരിക്കും അവരെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു. പുണ്യനബി തങ്ങൾ ആരെയും അടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടുന്ന് ഏറ്റവും നല്ല സൽസ്വഭാവിയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ടെസ്റ്റിമോണിയാണ്, ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്. പ്രവാചകരുടെ സദസ്സിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. എന്താ അതിനർത്ഥം എന്നറിയോ? മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. I haven't seen a better teacher before or after than my master Muhammad sallallahu alaihi wasallam. എൻ്റെ നേതാവായ പുണ്യ റസൂലിനേക്കാൾ ഈ സംഭവത്തിൻ്റെ മുമ്പോ ശേഷമോ നല്ലൊരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെയുള്ള സ്വഹാബിമാർ ആ മനുഷ്യ നിസ്കാരത്തിൽ വർത്തമാനം പറഞ്ഞുപോയി അറിയാതെ. ആ വർത്തമാനത്തിൻ്റെ പേരിൽ സ്വഹാബിമാർ അദ്ദേഹത്തെ തുറിച്ചു നോക്കുകയും സ്റ്റെയർ ചെയ്യുകയും അദ്ദേഹത്തെ ഒന്ന് ശകാരിക്കാൻ നോക്കുകയും ചെയ്തപ്പോൾ അരികത്തേക്ക് വിളിച്ചുകൊണ്ട് ഇത് നിസ്കാരമാണ്, ഈ നിസ്കാരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഇത് പാടില്ല കേട്ടോ എന്ന് മാ ഖഹറനി വലാ ളറബനി വലാ ശതമനി, എന്നെ ചീത്ത വിളിക്കാതെ, എന്നെ ആക്ഷേപിക്കാതെ, എന്നെ ബ്ലെയിം ചെയ്യാതെ എൻ്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നു. നോക്കണം, ഇതൊരു ക്വാളിറ്റിയാണ്. കുട്ടികളെ നമ്മൾ ബ്ലെയിം ചെയ്യരുത്, കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യരുത്. നീ എന്താ അവനെപ്പോലെ, ആ കുട്ടിക്ക് 100 കിട്ടിയല്ലോ, 100-ൽ ആ കുട്ടിക്ക് 50-ൽ 50 കിട്ടിയല്ലോ, നിനക്കെന്താ? അങ്ങനെ നമ്മുടെ മക്കളൊന്നും ഒരുപോലെയല്ല, മക്കളൊന്നും ഒരുപോലെയല്ല. മക്കളെ നമ്മൾ ആക്ഷേപിക്കരുത്. എൻ്റെ റസൂൽ എന്നെ ആക്ഷേപിച്ചില്ല, എന്നെ ചീത്ത വിളിച്ചില്ല, എൻ്റെ റസൂൽ ശകാരിച്ചില്ല. ഈ റസൂലിനേക്കാളും നല്ലൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ സ്വഹാബി റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്യാപകന്മാരാണ്. നമ്മളൊക്കെ അധ്യാപകന്മാരാണ്, നമ്മുടെ വീട്ടിൽ അധ്യാപകരാണ്, റോഡിൽ നമ്മൾ അധ്യാപകരാണ്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആ ഹദീസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്വഭാവം നമ്മൾ അറിയണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹത്തോട് മാത്രമല്ല, കേരളത്തിലെ ബഹുജനങ്ങളോട് മൊത്തത്തിലാണ്. നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ വിളിച്ചറിയിക്കുന്ന ഒരു ഇടം ഈ റോഡാണ്. നാഷണൽ ഹൈവേ, പഞ്ചായത്ത് റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേകൾ. വാഹനമോടിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന അഹങ്കാരം. ഒരു മനുഷ്യൻ നമ്മളെക്കാളും തിരക്ക് പിടിച്ച് ഓടിപ്പോകുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന മത്സരബുദ്ധി. ഒരു മനുഷ്യനെ കുത്തിക്കാൻ പോകുന്ന വിധം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. വഴിയിലൂടെ യാത്ര പോകുന്ന, നടന്നു പോകുന്ന മനുഷ്യരെ മൈൻഡ് ചെയ്യാതെ സ്പീഡിൽ ഓടിച്ചു പോയി അപകടമുണ്ടാക്കുന്നത്. ബൈക്ക് യാത്രികരെ, സൈക്കിളിൽ യാത്ര പോകുന്ന ആളുകളെ, ഒരുപാട് ആളുകളെയും വഹിച്ചു കൊണ്ടുപോകുന്ന ബസ്സുകൾ. നമ്മൾ KSRTC-കാർ അങ്ങനെയാണ്, അവരാർക്കും സൈഡ് കൊടുക്കൂല, തട്ടിയ 500 കൊടുത്ത് ബാക്കി കേസാക്കിക്കോ എന്ന് പറഞ്ഞു പോകും. ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ഒരാൾ യാത്ര ചെയ്യുന്ന കാർ പോലെയല്ല ഒരു ബസ് എന്ന് പറയുന്നത്. അതിലൊരു 30, 40, 50 ആളുകൾ കാണും. ഞാൻ ഒരാളിൻ്റെ ആവശ്യമല്ല, 50 ആളിൻ്റെ ആവശ്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമാണത്. അതുകൊണ്ട് ഞാനൊന്ന് സൈഡ് ചെയ്ത് കൊടുക്കാം, സ്പീഡിൽ പോകണമെന്നോ ഓവർടേക്ക് ചെയ്യണമെന്നോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്ന് ഒതുക്കി കൊടുക്കാം. നമ്മൾ എന്തിനായി അഹങ്കാരം കാണിക്കുന്നത്? മലയാളിയുടെ തനി സ്വഭാവം കാണിക്കേണ്ടത് നമ്മുടെ റോഡുകളിലാണ്, നിരത്തുകളിലാണ്. അവിടെ നമ്മൾ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്. ലോറിക്കാരത് കാണിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷക്കാർ കാണിക്കുന്നുണ്ട്, വാഹനം കുറച്ചൊരൽപ്പം വില കൂടിയതാണെങ്കിൽ അവർ കാണിക്കുന്നുണ്ട്, ചെറുതാണെങ്കിൽ അവരും കുറവല്ല. ഹൈവേസ് റോഡുകളിൽ ഫാസ്റ്റ് ട്രാക്ക് റോഡുകളുണ്ട്, ഫാസ്റ്റ് ട്രാക്കുകളുണ്ട്. സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ട്രക്കുകൾ അതിൽ കയറിപ്പോകും, ഓട്ടോറിക്ഷകൾ അതിൽ കയറും. ഇതൊരു ആംബുലൻസിനോ അത്യാവശ്യക്കാർക്കോ പോകാനുള്ളതായ ഏറ്റവും വലതുഭാഗത്തുള്ള റോഡ് നമ്മുടെ നാടുകളിൽ അല്ലേ? ഇതൊക്കെ മര്യാദയാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. ആര് ഹോണടിച്ചാലും ഞാൻ മാറിത്തരൂല, ഇത് എൻ്റേതുമാണ് എന്ന ഭാവത്തിൽ സൈഡ് കൊടുക്കാതെ നമ്മൾ കാണിക്കുന്ന ഈ പോക്കിരിത്തരമൊക്കെ നമ്മുടെ സ്വഭാവമാണ് വിളിച്ചോതുന്നത്. ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, നടക്കുമ്പോഴും വാഹനമോടിക്കുമ്പോഴും അവൻ സൽസ്വഭാവിയാവണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ഈ സംസ്കാരമാണ് മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത്. അഹാസിനുക്കും അഖ്ലാഖ, നാളെ എൻ്റെ കൂടെ അരികത്തിരിക്കാൻ ഭാഗ്യമുള്ളവർ, ഞാൻ നാളെ ഏറ്റവും സ്നേഹിക്കുന്നവർ നിങ്ങളിൽ സൽസ്വഭാവികളായ മനുഷ്യരെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ ഒരു യാത്രയിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് യാത്ര പോകുമ്പോൾ സ്വഹാബികൾ സീരിയസ് ആയ ഒരു വിഷയത്തിൽ ഹബീബിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, മദീനയിൽ പുണ്യ നബി തങ്ങൾ പോകുന്നു. ഒരു ഉസ്താദും ശിഷ്യന്മാരും പോകുന്നത് പോലെ ആയിരിക്കില്ല ആ പോക്ക്. അന്ത്യപ്രവാചകരെന്ന മുഖത്ത് കടുത്ത പ്രകാശമുണ്ടായിരുന്ന
ഒത്ത ഹൈറ്റും നീളവും ശരീരഭംഗിയും പുഞ്ചിരിയും പല്ലുകളുടെ വെളുപ്പും ചുണ്ടിൻ്റെ ചെമപ്പും നെറ്റിയുടെ മനോഹാരിതയും ആ മുടിയുടെ ചമൽക്കാരവും എല്ലാം വിശദീകരിച്ചു തന്ന ഷമാഇൽ തുർമിദിയിലെ ഹബീബിൻ്റെ ശരീര വൈശിഷ്ട്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എവിടെന്ന് തങ്ങളെ ആര് കണ്ടാലും ഒരു ആൾക്കൂട്ടത്തിൽ തങ്ങളായിരിക്കും ഏറ്റവും വലിയവരെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു. കുറേ ഹൈറ്റുള്ള ആളുടെ കൂട്ടത്തിൽ പോയാൽ തങ്ങളായിരിക്കും അതിൽ ഏറ്റവും ഹൈറ്റുള്ളവർ. അല്ലാത്തവരുടെ കൂടെയാണെങ്കിൽ അതിൽ ഹൈറ്റുള്ളവർ നബിയായിരിക്കും. കൂടുതൽ മോശമായ ഹൈറ്റ് നബിക്ക് ഉണ്ടായിരുന്നില്ല എന്നാ നബിതങ്ങൾ. നബിതങ്ങൾ ഒരുപാട് ലോങ്ങുമല്ല, ഒരുപാട് ഷോർട്ടുമല്ല. ഹി വാസ് ഇൻ ബിറ്റ്വീൻ. തങ്ങളൊരു മിതത്വമുള്ളവർ. ആ ഒരു മഹാനായ പ്രവാചകനെ ഒന്ന് മനസ്സിലിങ്ങനെ കാണുക. മുഖപ്രകാശമുള്ളവർ. അനസന്നവർ പറഞ്ഞു, പൂർണ്ണ ചന്ദ്രനുദിച്ച രാവിൽ ഞാനിങ്ങനെ ചന്ദ്രനിലേക്ക് നോക്കി. പുണ്യ നിബിതങ്ങൾ ഒരു ചെമന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ആ നിലാവിൻ്റെ രാത്രിയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ ഹബീബിൻ്റെ മുഖത്ത് നോക്കി, ചന്ദ്രനിൽ നോക്കി, മുഖത്ത് നോക്കി. വല്ലാഹി ലവജ്ഹുഹു അജ്മലു മിനൽ ഖമർ. ആ മുഖം ചന്ദ്രനേക്കാളും ശോഭയുള്ളതാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ ഹബീബ് ഇങ്ങനെ നടന്നു പോവുകയാണ് മദീനയിൽ. അപ്പോഴുണ്ടൊരു വൃദ്ധയായ ഒരടിമപ്പെണ്ണ്. അടിമപ്പെണ്ണുങ്ങൾക്കെന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല. അവരാളുകൾ അടിക്കുമായിരുന്നു, ആളുകൾ പ്രഹരിക്കുമായിരുന്നു. പുണ്യനബിയാ പറഞ്ഞത്, ഒരടിമക്ക് നിങ്ങൾ മോചനം ചെയ്യുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. അങ്ങനത്തെ ഒരു അടിമപ്പെണ്ണ് ഹബീബിൻ്റെ അരികത്തേക്ക് വരിക. നോക്കണം, ഒരു വലിയ സംഘം ഒരുമിച്ച് പോകുന്നു. തങ്ങളൊരു പ്രത്യേകമായൊരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരടിമപ്പെണ്ണ് വന്നു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ കൂടെ വരുമോ? എപ്പോഴായി പറയുന്നത്? ഹബീബിൻ്റെ കൂടെ അനുയായികളുണ്ട്. തങ്ങൾ പറഞ്ഞു, സുഹാബികളെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ ഈ ഉമ്മയുടെ കൂടെ ഒന്ന് പോകട്ടെ. അടിമ സ്ത്രീയാണ്, പ്രായമുള്ള ഉമ്മയാണ്. ഹബീബിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ആ ഉമ്മ. നബി തങ്ങൾ ചോദിച്ചു, ഉമ്മ അയ്യസികൽ മദീനത്തി അറത്തി, മദീനയുടെ ഏത് റോഡിലൂടെയാണ് ഉമ്മ നിങ്ങളുടെ ആവശ്യം നിർവഹിക്കാനുള്ള പീടിക ഷോപ്പുള്ളത്? എവിടെന്നാ ഞാൻ വാങ്ങിച്ചു തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് എന്ന് പറഞ്ഞു. സ്വഹാബികളെ, ഞാൻ ഇപ്പം വരെ കേട്ടോ. കാര്യമായൊരു തിരക്കിനിറങ്ങിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയുടെ കൈപിടിച്ച് ആ ഉമ്മ ആവശ്യപ്പെട്ട ഷോപ്പിലേക്ക് നബിയെ കൊണ്ടുവന്നു. നബിതങ്ങൾ പേ ചെയ്തു, ആ ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നടന്നത് നബിതങ്ങൾ ഒരു പണിയുമില്ലാതെ നടന്നൊരു നേരത്തല്ല. ഹബീബായ നബിതങ്ങൾ ഒരു സീരിയസ് എക്സ്പെഡിഷന് പോകുന്നൊരു സമയത്താണ്. തങ്ങൾ ഹി വാസ് ടു ഗോ ടു എ ഗ്രേറ്റ് മിഷൻ. ആ ദൗത്യ നിർവഹണത്തിനിടയിൽ പോലും അടിമയായൊരു പ്രായമായ ഉമ്മ, അങ്ങേക്ക് ഞാനുണ്ടുമ്മ അങ്ങയുടെ കൂടെ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ പറഞ്ഞെടുത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഹബീബ് ആ ഉമ്മയുടെ കൂടെ പോയത്. മുഅ്മിനീങ്ങളെ, നമ്മൾ അറിയണം, ഇത് നമ്മുടെ നേതാവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ നേതാവാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, അസ്സാഇ അലൽ അർമല വൽ മിസ്കീനി അന വഹുവ ഫിൽ ജന്നതി കഹാതൈൻ. വിവാഹമോചിതരായ പെണ്ണുങ്ങൾ, ഭർത്താക്കന്മാരാൽ ത്വലാഖ് ചൊല്ലപ്പെട്ടവരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയവരോ, നിരാലംബരായ സംരക്ഷണത്തിന് ആളുകളില്ലാത്ത മക്കളോടുകൂടെ യതീമകളോടുകൂടെ ജീവിക്കുന്ന വിധവകളായ പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യരുത് എന്ന് മാത്രമല്ല, ആ സഹോദരിമാർക്ക് ആവശ്യമായ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷ്യ മരുന്ന് സാധനങ്ങൾ, പാർപ്പിടം, വസ്ത്രം, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അധ്വാനിച്ച് നടക്കുന്ന മനുഷ്യർ, ഞാനും അവരും സ്വർഗത്തിൽ ഈ 2 വിരലുകൾ നിൽക്കുന്ന പോലെ അരികത്തായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഹബീബിന് പറഞ്ഞൂടെ, ജീവിതത്തിൽ 30 ഹജ്ജ് ചെയ്ത ആൾ എൻ്റെ കൂടെ എങ്ങനെയായിരിക്കും, 50 ഉംറ ചെയ്ത ആൾ അല്ല. മനുഷ്യന് നന്മ ചെയ്ത മനുഷ്യരെയാണ് ഹബീബായ നബി തങ്ങൾ കഹാതൈൻ എന്ന് പറഞ്ഞത്. മുഴുവൻ മനുഷ്യനെ സഹായിച്ചവരെ കുറിച്ചാണ്. യതീമുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതല്ലേ പറഞ്ഞത്? ഒരു യതീം, ഒരു കുട്ടി യതീം എന്ന് പറഞ്ഞാൽ എന്താ? ആ കുഞ്ഞിന് 15 വയസ്സാകുന്നതിൻ്റെ മുമ്പ് വാപ്പ മരിച്ചു. ആ കുഞ്ഞിന് ഒരു വാപ്പ മരിച്ചാൽ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാ? ശറ പറഞ്ഞിട്ടില്ല. വാപ്പാൻ്റെ അനുജനോ ജ്യേഷ്ഠനോ വല്ലിപ്പേ പറഞ്ഞില്ല. ആർക്കും ഏറ്റെടുക്കാം. ഒരു വാപ്പ നഷ്ടപ്പെടുന്ന മോന് 1000 വാപ്പമാർ ഈ സമൂഹത്തിൽ ഉണ്ടാവണം. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നിട്ട് പറഞ്ഞു, അന വകാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹകദാ.
യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞാനും എൻ്റെ കുടുംബം, എൻ്റെ വൈഫ് ആൻഡ് കിഡ്സ്, ഇതല്ല ഒരു വിശ്വാസി. ഞാൻ എൻ്റെ പരിസരത്തുള്ള മുഴുവൻ മനുഷ്യരും. ഇതായിരിക്കണം നമ്മുടെ വീക്ഷണം. നമ്മൾ നമുക്ക് വേണ്ടി സെൽഫിഷ് ആവല്ലേ. നമ്മൾ വല്ലാണ്ട് സെൽഫിഷായി പോകുന്നുണ്ട്. എൻ്റെ കാര്യം, സ്വന്തം കാര്യം അല്ല, മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാ അള്ളാഹു നമ്മളെ നോക്കുന്നത്. മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാ പുണ്യ റസൂല് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. സ്വർഗത്തിൽ ഹബീബിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ, ഈസ നബിയുടെ കൂടെ, മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെ, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവർ മനുഷ്യനെ സഹായിച്ചവരാണ്. അതുകൊണ്ട് ഈ റമദാൻ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വലിയ വീട് വെച്ച് ആ വീടൊന്ന് രണ്ടാമത് പെയിൻ്റ് അടിക്കാൻ പോലും കഴിയാതെ, ജോലി നഷ്ടപ്പെട്ട്, സർവ്വപ്രതാപവും നഷ്ടപ്പെട്ട്, നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടാൻ കഴിയാതെ, എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല എന്ന് പറയാൻ നാണിക്കുന്ന, കണ്ടാൽ മുതലാളിമാരാണെന്ന് തോന്നുന്ന, ഉള്ളിൽ പാവപ്പെട്ടവനേക്കാൾ പാവപ്പെട്ടവനായി വീടിൻ്റെ അകത്ത് അന്തസ് കൈവിടാതെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരെയാണ് ശർഅ മിസ്കീൻ എന്ന് വിളിക്കുന്നത്. ഫഖീർ പള്ളിയുടെ മുമ്പിൽ ചോദിക്കാൻ വന്നിട്ടുണ്ടാവും. ഫഖീർ നോട്ടീസ് അടിച്ച് നടക്കുന്നുണ്ടാകും. ഫഖീർ ആളുകളോട് വന്ന് പറയും, എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാൻ വല്ലതും തരണേ. മിസ്കീൻ അത് പറയൂല. മിസ്കീൻ്റെ അഭിമാനം അതിനെ സമ്മതിക്കൂല. അതുകൊണ്ട് നമ്മൾ റമളാനിലും അല്ലാത്തപ്പോഴും ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്കീന്മാരെ കാണാതെ പോകരുത്. അവർ നമ്മിലൊന്നാണ്, അവർ നമ്മുടെ ഭാഗമാണ്. ഒരു കാലത്ത് അവർ പ്രതാപത്തിലാണ്, പക്ഷെ ഇന്നവർ തകർച്ചയിലാണ്. അതാരും അറിയാതെ, ആരോടും പറയാതെ, പുറം ലോകമറിയാതെ സങ്കടത്തോടുകൂടെ കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. നമ്മളവരെ കാണാതെ പോകരുത്. നമ്മുടെ ദാനത്തിൻ്റെ സ്വതക്കയുടെ ഒരംശം നമ്മുടെ കൂടെയുള്ള സഹജീവികളെ കാണാൻ, അത് ഏത് മനുഷ്യരും, ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, അവൻ മനുഷ്യനാണോ അവനെ സഹായിക്കണമെന്നാണ്. മനുഷ്യനെ സഹായിക്കണമെന്ന് പറഞ്ഞ ദീന വിശുദ്ധ ഇസ്ലാം. ആ മനുഷ്യത്വത്തിനാണ് അള്ളാഹു വില കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനികളെ, അള്ളാഹു നമുക്ക് ഏറ്റവും വലിയൊരു അവസരം നൽകിയിരിക്കുകയാണ്. ആ അവസരം നഷ്ടപ്പെടുത്തരുത്. പുണ്യനബി തങ്ങൾ ഏറ്റവും ദാനം ചെയ്തവരാണ്. കാന യുദാരിസുഹു ജിബ്രീലു അലൈഹിസ്സലാം. ജിബ്രീലു അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഹബീബിൻ്റെ അരികത്ത് വരും. ഹബീബിന് വേണ്ടി പുണ്യനബി തങ്ങളുടെ മുമ്പിൽ ഖുർആൻ റിവൈസ് ചെയ്യും ജിബ്രീലു അലൈഹിസ്സലാം. അവസാനത്തെ വർഷം ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ 2 തവണ ഖുർആൻ 2 റൗണ്ട് ജിബ്രീൽ തങ്ങൾ ഹബീബിൻ്റെ കൂടെ മുദാറസ ചെയ്തു. മഹാനായ ഹബീബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവരാണ്. ആ ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം റമദാൻ വരുമ്പോഴായിരുന്നു. അതും ജിബ്രീൽ അലൈഹിസ്സലാം വന്നണയുമ്പോൾ പുണ്യനബി തങ്ങൾ കയ്യിൽ കിട്ടിയതെല്ലാം കാറ്റടിക്കുന്ന പോലെ, കാറ്റടിക്കുമ്പോൾ എല്ലാവരുടെ ദേഹത്തും തട്ടും എന്നതുപോലെ കണ്ടവർക്ക് മുഴുവൻ കയ്യിലുള്ളത് മുഴുവനും വാരിക്കോരി കൊടുത്തിരുന്നു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനം സന്തോഷത്തിൻ്റെ മറ്റൊരു നിദാനമാണ്. കൊടുക്കുമ്പോഴാണ് മനുഷ്യന് സന്തോഷം കിട്ടുന്നത്. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. നമുക്ക് നമ്മുടെ റസൂല് പറഞ്ഞു തന്നു, നമ്മുടെ ഹബീബ് പറഞ്ഞു തന്നു, ദാനം ചെയ്യുന്നിടത്താണ് നമ്മൾ സന്തോഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണം, എനിക്ക് 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 മതിയായില്ല, പോരാ പോരാ എന്ന നമ്മുടെ അത്യാഗ്രഹത്തിൻ്റെയും ആർത്തിയുടെയും മനസ്സിനെ ഒന്ന് ഇല്ലായ്മ ചെയ്ത്, എനിക്ക് നൽകപ്പെട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ്, എൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന പോലെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ ഖളാഇൽ വിശ്വസിക്കുന്നവനാണ്, എൻ്റെ ആരാധന, എൻ്റെ സമർപ്പണം, എൻ്റെ ജീവിതം, എൻ്റെ ആത്മസംതൃപ്തി, ഇതെല്ലാം ഈ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് അനുവദിച്ചു തന്ന സൗഭാഗ്യമാണ്. അത് ഞാനായിട്ട് ഇല്ലാതെ കളയരുത്, ഞാനായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന ബോധ്യത്തോടുകൂടെ ഈ റമളാനെ നമുക്ക് സ്വീകരിക്കണം. അവസാനമായി, ഒരാളോടും മനസ്സിൽ വെറുപ്പില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ വേദനിപ്പിച്ചു കാണും. ചില ആളുകൾക്ക് കുറച്ചാളുകൾ വേദനിപ്പിച്ചു കാണും. ചിലത് അറിയാതെ വേദനിച്ചു പോയതായിരിക്കും, ചിലർ ഡെലിബറേറ്റ്ലി വേദനിപ്പിച്ചു കാണും. എന്തായിരുന്നാലും എൻ്റെ റബ്ബിന് വേണ്ടി ഞാനിത് മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഓരോ ആണും പെണ്ണും ഇവിടെ വെച്ച് അള്ളാഹുവിനെ സാക്ഷിയാക്കി നമ്മുടെ ഹൃദയത്തെ ഒന്ന് വൃത്തിയാക്കിക്കോളൂ. എൻ്റെ ഹൃദയത്തിൽ ആരോടൊക്കെ വെറുപ്പും വൈരാഗ്യവും ഒരവസരം കിട്ടിയാൽ ഞാൻ പകരം വീട്ടും എന്നൊക്കെ തോന്നലുണ്ടോ, എല്ലാം അള്ളാഹുവിനെ ഉദ്ദേശിച്ച്. എൻ്റെ റബ്ബെന്നോട് അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ പിടിക്കപ്പെടും, എൻ്റെ റബ്ബെന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് റബ്ബേ, ഞാൻ മാപ്പ് നൽകുന്നു,
നീ എനിക്ക് മാപ്പ് നൽകാൻ. നമ്മൾ മാപ്പ് നൽകുന്നതോടുകൂടെ ആ മനുഷ്യന് അള്ളാഹ് മാപ്പ് നൽകുമോ ഇല്ലേ നമുക്കറിയില്ല. നമ്മൾ മാപ്പ് കൊടുത്താൽ നമുക്കല്ലാഹു മാപ്പ് തരും. അതുകൊണ്ട് ഈ റമദാൻ സംശുദ്ധമായ ഹൃദയവുമായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നോമ്പെന്ന പട്ടിണി മാത്രമല്ല, റമദാൻ എന്നത് ഹൃദയ ശുദ്ധീകരണമാണ്. അള്ളാഹുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കലാണ്. റസൂലിനെ കാണണം എന്ന കൊതി വേണം. പുണ്യ റസൂൽ നമ്മളെ കൊതിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ സ്വപ്നത്തിൽ കണ്ടവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്നഹു ലാ യതമസ്സലു ബി അശ്ശൈത്താൻ, എൻ്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല. ഇത് പറഞ്ഞത് എന്നെ കാണാൻ നിങ്ങൾ കൊതിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ദുആ ചെയ്യണം, എൻ്റെ റസൂലിനെ എനിക്ക് കാണിച്ചു തരണം റബ്ബേ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അതിനു മുമ്പുള്ള ആളായിരിക്കില്ല ഹബീബിൻ്റെ തിരുദർശനം കണ്ട കാഴ്ച കിട്ടിയ ഒരു മനുഷ്യൻ്റെ ജീവിതം. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. ഒമൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള, സ്വപ്നത്തിൽ എന്നെ കണ്ടവർ ഉണർച്ചയിൽ എന്നെ കാണാൻ അവർക്ക് ഭാഗ്യമുണ്ടാകും. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം തരട്ടെ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ഒരു ജീവിതം തന്ന പടച്ചവൻ. നമ്മൾ 60-70 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പോകും. അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, എൻ്റെ സമൂഹത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. ഖലീലും മൻ യതജാവസു, അതും കഴിഞ്ഞു കിടക്കുന്ന ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന്. അതുകൊണ്ട് 60 ഹിറ്റായി കഴിഞ്ഞാൽ ഹബീബ് യാത്ര ചോദിച്ച സമയത്തേക്ക് നമ്മൾ എത്തിത്തുടങ്ങി. ഇനിയും നമ്മൾ ബിസിനസ്സും അതും ഇതും അതൊക്കെ മക്കളെ ഏൽപ്പിക്കുക. കൂടുതലും ഇബാദത്തിലേക്ക് ഫോക്കസ് ചെയ്യും. ഒരുപാട് നന്മകൾ ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. 60 കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഓരോരുത്തരും പ്രായപൂർത്തിയായവർ മുഴുവനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു മുന്നറിയിപ്പ് വരാതെ എനിക്കെൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടി വരും എന്ന തോന്നലോടുകൂടെ തന്നെ ജീവിക്കുക. അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അവൻ പുറത്തു തരും. എന്നോട് നിങ്ങൾ ചോദിക്കണേന്നേ പടച്ചവൻ പറഞ്ഞു. നിങ്ങൾ എന്താ ചോദിക്കാത്തത്? എനിക്ക് മാപ്പ് താ റബ്ബേ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇതാ അള്ളാഹുവിൻ്റെ പരാതി. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കാം. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ ലോകത്ത് നിർവഹിക്കപ്പെടാൻ. അന്തസ്സിലും അഭിമാനത്തിലും ജീവിക്കാൻ പടച്ചവനോട് ചോദിച്ചോളൂ. പ്രത്യേകിച്ച് സുബഹിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നിങ്ങൾ ചോദിച്ചാൽ, മനസ്സറിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ അത് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അനുഭവിക്കേണ്ട ഒരു കാര്യമാണത്. ഞാനിവിടെ പറയുന്നത് നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾക്കത് ബോധ്യപ്പെടില്ല. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങണം. ഞാൻ പറയുന്നത് കേൾക്കാൻ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധിക്കുന്ന ഒരു തെളിവ് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. വെറുതെ അങ്ങോട്ട് അള്ളണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ. അള്ളാഹു എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മനുഷ്യരാർക്കും ഇടപെടാൻ കഴിയാത്തത് എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഇത് റബ്ബ് ചെയ്തു തന്നിരിക്കും. നമുക്കൊക്കെ അനുഭവം വേണം. എനിക്ക് എൻ്റെ അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ഈമാൻ അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും അനുഭവങ്ങൾ വേണം. ഒരുപാട് അനുഭവങ്ങൾ ചോദിച്ചു വാങ്ങണം പടച്ചവനോട്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നതും വിശ്വസിക്കുന്നതും സത്യമാണെന്ന് ബോധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഉസ്താദ് പറഞ്ഞ് വേള് പറഞ്ഞു പോയി, മൂപ്പര് വന്നു പോയി. അല്ല, ഇത് സത്യവും പരമസത്യവുമാണ്. ഇത് പരമമായ യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും പടച്ചതമ്പുരാനെ കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് മനസ്സുകൊണ്ട്, വെമ്പൽ കൊണ്ട്, കൊതിയൂറി, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്ന മനസ്സുമായിട്ട് ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. അവർക്ക് മരണമാസന്നമാകുമ്പോൾ ഈ ലോകത്തുനിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് തോന്നില്ല. ഞാൻ എൻ്റെ കാരുണ്യവാനെ കാണാൻ പോവുകയാണ്. എൻ്റെ മരണം അടുത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. കാരുണ്യവാനാണ് എൻ്റെ രക്ഷിതാവ്. എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ എന്താണോ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ്. അള്ളാഹു പറയാ, എനിക്ക് മാപ്പ് തരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് തന്നിരിക്കും. അതുകൊണ്ട് റബ്ബിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ. അള്ളാഹു നമ്മളെ നന്നാക്കി തരും. അള്ളാഹു നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരട്ടെ, രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരട്ടെ. സ്വർഗ്ഗലോകം വരെ അള്ളാഹു നമ്മളെ എത്തിച്ചു തന്ന് സഹായിച്ച് അനുഗ്രഹിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.